നമസ്കാരം. ശിവപുരാണത്തിന്റെ ഭാഗം 14 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജലന്ധരന്റെ ഉൽപ്പത്തി, അതാണ് ഈ കഥ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്രിയ ഭക്തർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ്. ഒരിക്കൽ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയും ദേവേന്ദ്രനും ശ്രീശങ്കര ദർശനം ആഗ്രഹിച്ച് കൈലാസത്തിലേക്ക് പോയി. ലോകശങ്കരനായ ഭഗവാൻ ഇന്ദ്രന്റെയും ബൃഹസ്പതിയുടെയും ആത്മജ്ഞാനം ഒന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു. ഭഗവാൻ ഉടനെ ദിഗംബരനായി അവരുടെ മാർഗം തടഞ്ഞുകൊണ്ട് നിന്നു. ജട കെട്ടിയ ശിരസും കാന്തി ചിതറുന്ന വദനവും ക്രോധഭാവം സ്ഫുരിക്കുന്ന അക്ഷികളുമായിട്ടായിരുന്നു ഭഗവാന്റെ നിൽപ്പ്. അത്ഭുതപ്പെടുന്ന രൂപഭാവങ്ങളുടെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തെ കണ്ട ഇന്ദ്രൻ അധികാര ഗർവോട് ചോദിച്ചു, ഹേ, നീ ആരാണ്? എവിടുന്നാണ് വരുന്നത്? നിന്റെ പേരെന്താണ്? പെട്ടെന്ന് മറുപടി പറയൂ. പിന്നെ ശംഭു അവിടെയുണ്ടോ? അതോ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോയോ? ഇന്ദ്രന്റെ ചോദ്യങ്ങൾ കേട്ടതായി ഭാവിക്കാതെ ദിഗംബരനായ ആ താപസൻ മൗനം ദീക്ഷിച്ച് നിന്നതേയുള്ളൂ. ഇന്ദ്രൻ ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും തന്നെ ഉരിയാടിയില്ല. തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നറിഞ്ഞ ഇന്ദ്രൻ കോപാകുലനായി പറഞ്ഞു, എടാ, ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും നീ എന്നെ അപമാനിക്കുകയാണോ? എങ്കിൽ പിന്നെ നിന്റെ കഴിവ് എനിക്കൊന്നറിയണം. നിന്നെ ഞാനിതാ എൻ്റെ കഠോരമായ വജ്രായുധം കൊണ്ട് കൊല്ലാൻ പോകുന്നു. ദുർബുദ്ധിയെ, നിന്റെ രക്ഷയ്ക്കായി ഏത് ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കൊന്നറിയണം. ഇപ്രകാരം അധികാരഗർഭിന്റെ ഊറ്റത്തോടെ ക്രോധാവിഷ്ടനായി ഇന്ദ്രൻ തന്റെ വജ്രായുധം അദ്ദേഹത്തെ വധിക്കാനായി ഉയർത്തി. ഉടനെ ശ്രീ പരമേശ്വരൻ ഇന്ദ്രൻ ഉയർത്തിയ വജ്രത്തെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. അനന്തരം ഭയപ്പെടുത്തുന്ന ഒരു നോട്ടം ഉതിർത്തു. അഗ്നികുണ്ഠം പോലെ ജ്വലിക്കുന്ന ഭഗവാന്റെ ചക്ഷുക്കൾ ജാജ്വല്യമായി. ആ ദൃഷ്ടികളുടെ തീക്ഷ്ണത കാണാൻ ഇന്ദ്രന് ശക്തി പോരാതായി. മന്ത്രശക്തി മൂലം ഇളക്കിവിട്ട സർപ്പത്തെ പോലും ഇന്ദ്രനും ക്രോധാക്രാന്തനായി നിന്നു. ഈ സന്ദർഭത്തിൽ ബൃഹസ്പതി സ്വന്തം തേജസ്സിനാൽ ജ്വലിക്കുന്ന ആ പുരുഷൻ ആരാണെന്ന് തന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ടറിയാൻ ശ്രമിച്ചു. തങ്ങളുടെ മുന്നിൽ ജടാധാരിയായി നിലകൊള്ളുന്ന തങ്ങൾ ദർശിക്കാൻ ആഗ്രഹിച്ചു വന്ന ശ്രീരുദ്രൻ തന്നെയാണെന്നറിഞ്ഞ ദേവഗുരു പെട്ടെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. തുടർന്ന് തൊഴുകൈയോടെ നിന്ന അദ്ദേഹം ശ്രീശങ്കരനെ വേണ്ടുവോളം സ്തുതിച്ചു. സത്യത്തിനും നിഷ്കളങ്കമായ അലൗകിക സ്നേഹത്തിനും മൂല കാരണമായത് ശ്രീശങ്കരനാണെന്ന സ്തുതിയിലൂടെ അദ്ദേഹം സ്ഥാപിച്ചു. തുടർന്ന് മാപ്പ് ചോദിച്ച് ക്ഷമാപണം ചെയ്ത് ഭഗവാന്റെ നമസ്കരിക്കാൻ ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. കാര്യഗൗരവം അറിഞ്ഞ ഇന്ദ്രൻ തന്റെ ഉള്ളിലുറഞ്ഞു കിടന്ന അഹംഭാവം മറച്ചുവെച്ചുകൊണ്ട് കൈലാസനാഥന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭയഭക്തി ബഹുമാനത്തോടെ തൊഴുകയോടെ നിലകൊണ്ട ദേവഗുരു വിനയാന്വിതനായി പറഞ്ഞു, മഹാദേവ, ദീനനാഥ, തെറ്റുകൾ പുറത്ത് മാപ്പു നൽകി അനുഗ്രഹിക്കാൻ ദയവുണ്ടാകണമേ. അജ്ഞത മൂലമാണ് ഇന്ദ്രൻ അങ്ങയെ തിരിച്ചറിയാതിരുന്നത്. അങ്ങയുടെ പാദപത്മങ്ങളെ ശരണമാക്കിയിരിക്കുന്ന ഞങ്ങളെ ഉദ്ധരിക്കണമേ. അവിടുത്തെ നയനങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ക്രോധാഗ്നിയെ ശമിപ്പിക്കാൻ ദയവുണ്ടാകണേ പ്രഭോ. ശരണാഗതമായ ഇന്ദ്രന്റെ തെറ്റുകൾ പുറത്ത് അങ്ങ് അവനിൽ വാത്സല്യം ചൊരിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പരബ്രഹ്മസ്വരൂപനായ ദേവ, അങ്ങയുടെ നെറ്റിക്കണ്ണിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നി ഞങ്ങളെ കിടിലം കൊള്ളിക്കുന്നതാണ്. ബൃഹസ്പതിയുടെ പ്രാർത്ഥന കേട്ട ശ്രീശങ്കരൻ ഇടിനാദത്തിന് തുല്യമായ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും പുറപ്പെടുന്ന ക്രോധാഗ്നിയെ നാം തടയാം. എന്നാൽ സർപ്പം കുഴിച്ചിട്ട പടത്തെ എങ്ങനെയാണ് വീണ്ടും ധരിക്കുന്നത്? അഹംഭാവം മഹാവിപത്തിനെ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യം താങ്കൾക്ക് അറിയുന്നതല്ലേ? ശ്രീ ശങ്കരദേവന്റെ അഭിപ്രായം കേട്ട ബൃഹസ്പതി അത്യന്തം ക്ഷമാപണത്തോടെ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഭക്തവത്സലനും ദയാവാരിധിയും ജഗദീശ്വരനുമാണ്. ഈ ഗുണങ്ങൾ അങ്ങ് സത്യമാക്കി തീർക്കണം. അങ്ങയുടെ അത്യുഗ്രമായ ഈ തേജസ്സിനെ അവിടുത്തെ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കണം. ദേവഗുരുവിന്റെയും അഭ്യർത്ഥനയും സ്തുതിയും ശ്രീശങ്കരനെ പ്രസന്നനാക്കി. അദ്ദേഹം ക്രോധാഗ്നി ശാന്തമാക്കി പറഞ്ഞു, ദേവഗുരു, നിന്റെ സ്തുതിയിലും പ്രാർത്ഥനയിൽ നാം സന്തുഷ്ടനായി. നിനക്ക് ഞാൻ ഉത്തമ വരം നൽകുന്നു. ഇന്ദ്രന് ജീവൻ നൽകിയത് നിന്റെ പ്രാർത്ഥന കൊണ്ടും സ്തുതി കൊണ്ടുമാണ്. ആയതിനാൽ നീ ജീവൻ എന്ന പേരിൽ പ്രസിദ്ധനാകും. ദേവേന്ദ്രനെ ദഹിപ്പിക്കാൻ നെറ്റിക്കണ്ണിൽ നിന്നുമുണ്ടായ അഗ്നിയെ നാം ദൂരെ കളഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ ഭഗവാൻ അഗ്നിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അനന്തരം ലീലാസ്തനായ രുദ്രഭഗവാൻ അന്തർദാനം ചെയ്തു. അങ്ങനെ ഇന്ദ്രനും ബൃഹസ്പതിയും ഭഗവാന്റെ കോപത്തിൽ നിന്നും മുക്തരായി. ശ്രീശങ്കരൻ ചമയ്ക്കുന്ന ഓരോ ലീലയുടെ പിന്നില് പ്രപഞ്ച സത്യത്തിൽ അധിഷ്ഠിതമായ പൊരുൾ ഒളിഞ്ഞിരിക്കുന്നു എന്നത് ക്രാന്തദർശികളായ ഋഷിമാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഉൾക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഭഗവാന്റെ തേജസ് ഉടനെ ഒരു ബാലന്റെ രൂപം കൈവരിച്ചു. സിന്ധുഗംഗ സംഗമസ്ഥാനത്താണ് അവൻ ജന്മം കൈക്കൊണ്ടത്. ത്രിലോകങ്ങളെയും
ഭീതിപ്പെടുത്തുന്ന വിധത്തിൽ ആ ബാലൻ ഉറക്കെ കരഞ്ഞു. കരച്ചിൽ കേട്ട് ഭൂകമ്പം ഉണ്ടായി. സ്വർഗവും സത്യലോകം പോലും അവന്റെ അതിഭയങ്കരമായ ശബ്ദത്താൽ ബധിരമായി പോയി. ചരാചരങ്ങൾ ഉൾപ്പെട്ട ലോകങ്ങളെല്ലാം ഇളക്കി മറിഞ്ഞു. ഭയകമ്പിതരായ ദേവന്മാരും ലോകപാലകന്മാരും ബ്രഹ്മാവിന്റെ സന്നിധിയിലേക്ക് പാഞ്ഞു ചെന്ന് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു. ഇന്ദ്രാദി ദേവന്മാരും മുനിമാരും വിരിഞ്ചനെ സ്മരിച്ച് സ്തുതിച്ച ശേഷം വിറയാർന്ന സ്വരത്തോടെ പറഞ്ഞു, ലോകേശ്വരനായ ബ്രഹ്മദേവ, ഒരു ബാലന്റെ ശബ്ദം ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഈ അത്ഭുത ശബ്ദം മൂലം വന്നു ചേർന്ന ആപത്തുകൾ നശിപ്പിക്കാൻ ദയവുണ്ടാകണേ. ലോകപിതാവായ വിരിഞ്ചൻ അവരുടെ നിവേദനം കേട്ട് ആ കഠോര ശബ്ദം എന്താണെന്നറിയാൻ വിസ്മയത്തോടെ അങ്ങ് തിരിച്ചു. സത്യലോകം വിട്ട ബ്രഹ്മാവും ശബ്ദം കേട്ട ഭൂമിയുടെ ഭാഗത്തേക്ക് വന്നു. സമുദ്രഭാഗത്തെത്തിയ അദ്ദേഹം കണ്ടത് സാഗരത്തിന്റെ മടിയിൽ കിടക്കുന്ന ബാലനെയാണ്. ബ്രഹ്മാവിന്റെ മഹനീയ സാന്നിധ്യം അറിഞ്ഞ സാഗരം ശിരസ് കുനിച്ച് അദ്ദേഹത്തെ വന്ദിച്ച് ആ കുട്ടിയെ മടിയിലിരുത്തി കൊടുത്തു. വിസ്മയത്തോടെ നാൻമുഖൻ സമുദ്രത്തോടായി പറഞ്ഞു, ഹേ സാഗരമേ, ഈ കുട്ടി ഏതാണ്? ആരുടേതാണ്? ഇവൻ എങ്ങനെയാണ് നിന്റെ മടിൽത്തട്ടിൽ വന്നു പെട്ടത്? എല്ലാം എനിക്കറിയാൻ ഏറെ തിടുക്കമുണ്ട്. സാഗരം ബ്രഹ്മാവെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ വിധാതാവേ, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞാൻ അപ്രാപ്തനാണ്. ഈ ബാലൻ എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോകേശ്വര, സിന്ധു ഗംഗാ സംഗമസ്ഥാനത്താണ് ഇവനെ ഞാൻ കണ്ടത്. ലോകപിതാവേ, ഇവൻ ആരാണെന്നും എങ്ങനെ ഇവിടെ വന്നു ചേർന്നെന്നും അങ്ങേക്കും മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. പ്രഭോ, ഇവന്റെ ജാതകഫലമെല്ലാം അങ്ങ് എനിക്കും കൂടി പറഞ്ഞു തരാൻ കഴിവുണ്ടാകണം. സാഗരത്തിന്റെ അഭിപ്രായം കേട്ട് നിന്ന ബ്രഹ്മാവിന്റെ കഴുത്തിൽ ആ ബാലൻ ശക്തിയായി മിടിച്ചു മുറുക്കി. വേദന കൊണ്ട് അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിന്നും അശ്രുബിന്ദുക്കൾ വീണു. വളരെ പണി കെട്ട് സാഗരപുത്രന്റെ കൈകൾ കഴുത്തിൽ നിന്നും ഇളക്കിക്കൊണ്ട് വിരിഞ്ചൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ സാഗരമേ, ഈ ബാലന്റെ ജാതകഫലം മുഴുവനും ഞാൻ പറയാം. ഇവൻ കാരണം എന്റെ കണ്ണിൽ നിന്നും ജലം വീണതിനാൽ ഇവൻ ജലന്ധരൻ എന്ന പേരിൽ പ്രസിദ്ധനാകും. അങ്ങനെയാണ് ജലന്ധരന്റെ ഉൽപ്പത്തി എന്ന ഈ പാഠത്തിന്റെ ഒരു തുടക്കം. അല്ലെ, ജലന്ധരൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അധികം നാൾ കഴിയാതെ തന്നെ ഈ ബാലൻ യുവത്വം കൈവരിക്കും. കൂടാതെ സർവശാസ്ത്രങ്ങളിൽ നിന്നും ഇവൻ അദ്വിതീയനായിരിക്കും. ഇവൻ മഹാപരാക്രമിയും യോദ്ധാവും യുദ്ധ ദുർമതനുമായിരിക്കും. യുദ്ധത്തിൽ അപാര ശക്തിമാനും എല്ലാവിധ സമ്പത്തുകളും ഉള്ളവനായിരിക്കും. ദൈത്യന്മാരുടെ രാജാവായി തീരുവാനും യോഗം കാണുന്നു. ഇവൻ സാക്ഷാൽ വൈകുണ്ഠനാഥനെ പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി സർവകലാവല്ലഭനായി വിരാജിക്കും. ഇവന്റെ പത്നി പതിവ്രതാ രത്നമാരായിരിക്കും. അതീവ സുന്ദരിയും പ്രിയവാദിനിയും സൽസ്വഭാവത്തിന്റെ ദേവതയെ പോലെ അവൾ പ്രകാശിക്കുന്നതുമാണ്. ബാലന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചതിനു ശേഷം വിരിഞ്ചൻ ശുക്രനോട് അവിടെ രാജാവായി അഭിഷേകം നടത്താൻ ആജ്ഞാപിച്ചു. സാഗരത്തോട് യാത്ര പറഞ്ഞ് ബ്രഹ്മാവ് സത്യലോകത്തേക്ക് പോയി. സംതൃപ്തനായ സാഗരദേവൻ പുത്രനെയും കൊണ്ട് സ്വഭവനത്തിലേക്ക് പോയി. ബ്രഹ്മാവിന്റെ പ്രവചനപ്രകാരം തന്നെ കാര്യങ്ങൾ തന്നെ നടന്നു. വളരെ പെട്ടെന്ന് ജലന്ധരൻ ഒരു യുവാവായി വളർന്നു. ശാസ്ത്രവിജ്ഞാനത്തിൽ അവൻ അതീവ സമർത്ഥനായി. കാലം സമാഗതമായപ്പോൾ സാഗരം കാലനേമി എന്ന പേരിൽ അറിയപ്പെടുന്ന അസുരനെ വരുത്തി അദ്ദേഹത്തിന്റെ അരുമയായ പുത്രി വൃന്ദയെ ജലന്ധരന് പത്നിയായി നൽകാൻ ആവശ്യപ്പെട്ടു. അസുരന്മാരിൽ ശ്രേഷ്ഠനും വീരയോദ്ധാവും സൽഗുണ സമ്പന്നവുമായിരുന്ന കാലനേമി സാഗരത്തിന്റെ അഭിപ്രായം മാനിച്ച് തന്റെ പുത്രി വൃന്ദയെ ജലന്ധരന് വിവാഹം ചെയ്തു കൊടുത്തു. അസുരന്മാർ സന്തോഷസമേതരായി. തന്റെ പുത്രന് എല്ലാവിധ സൽഗുണങ്ങളും ഒത്തുചേർന്ന ഒരു കന്യകയെ പത്നിയായി ലഭിച്ചതിൽ സാഗരദേവനും അതീവ സന്തുഷ്ടനായി. ദേവന്മാരാലും പരാജിതരായ പാതാള ലോകത്ത് ഒളിച്ചു വസിച്ചിരുന്ന അസുരന്മാർ ഭൂമണ്ഡലത്തിൽ വന്ന് ജലന്ധരനെ ആശ്രയിച്ച് നിർഭയരായി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. വൃന്ദയെ പത്നിയായി ലഭിച്ചതിനു ശേഷം ജലന്ധരൻ കൂടുതൽ ശക്തിമാനായി. ശുക്രാചാര്യരുടെ സഹായത്തോടും അനുഗ്രഹത്തോടും രാജ്യഭരണം നടത്തി. ഒരിക്കൽ ജലന്ധരൻ രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ ശുക്രാചാര്യർ അവിടെ വന്നു. ഗുരുസ്ഥാനീയരായ അദ്ദേഹത്തിന്റെ ആഗമനം അറിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഭക്ത്യാദരപൂർവ്വം അറിയിച്ചു അദ്ദേഹത്തെ വന്ദിച്ചു. അസുരപ്രാധാനികളായ അനേകം പേരുടെ സാന്നിധ്യമുള്ള സഭയായിരുന്നു അത്. അവർക്കിടയിൽ ശിരസറ്റ രാഹുവും ഉണ്ടായിരുന്നു. ജലന്ധരൻ അയാളുടെ ശിരസറ്റു പോകാനുള്ള കാരണം അന്വേഷിച്ചു. രാഹു അതിന്റെ കാരണം ഖേദപൂർവ്വം വിവരിച്ചു. പണ്ട് ക്ഷീരസാഗരം കടഞ്ഞ സമയത്ത് ലഭിച്ച അമൃത് അസുരന്മാർക്ക് അനുഭവിക്കാൻ വിഷ്ണു അവസരം നൽകിയില്ല. ദേവന്മാർക്ക് മാത്രമായി വിഷ്ണു മോഹിനി വേഷം ധരിച്ചു വിളമ്പി. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ ദേവന്മാരോടൊപ്പം ഇരുന്നു. അമൃത് ഭക്ഷിക്കാനുള്ള അടങ്ങാത്ത കൊതി കൊണ്ടാണ് ഞാൻ അവർക്കിടയിൽ ഇരുന്നത്. അങ്ങനെ എനിക്കും അമൃത് പാനം ചെയ്യാൻ അവസരം ലഭിച്ചു. പക്ഷേ അസുരനായ ഞാൻ ദേവന്മാർക്ക് അവകാശപ്പെട്ട അമൃത് അവരെ കബളിപ്പിച്ച് ഭക്ഷിച്ചുവെന്ന കുറ്റം ചുമത്തി വിഷ്ണു എന്റെ ശിരസ്സറുത്തു. അന്നു മുതൽ ഞാൻ ശിരസ്സറ്റ നിലയിൽ ജീവിക്കുകയാണ്. രാഹുവിന്റെ ദയനീയ കഥാകഥനം കേട്ടപ്പോൾ ജലന്ധരന് വിഷ്ണുവിനോടും
മറ്റു ദേവഗണങ്ങളോട് അടങ്ങാത്ത അരിശമുണ്ടായി. വിഷ്ണു ഒരു അസുരനോട് ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ജലന്ധരൻ സദസ്സിന് മുമ്പിൽ അഭിപ്രായപ്പെട്ടു. ജലന്ധരൻ കോപാകുലനായി. ഈ വിഷ്ണുവും ദേവന്മാരും എന്തെല്ലാമാണ് ചെയ്തത്? എന്റെ പിതാവായ സമുദ്രത്തെ മതിച്ചു. അവിടെയുണ്ടായ അമൂല്യ രത്നങ്ങൾ മുഴുവൻ അവർ കൈക്കലാക്കി. ദൈവപക്ഷപാതിയായ വിഷ്ണു അമൃതെടുക്കുവാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്ത അസുരകുലത്തെ മുഴുവൻ ചതിച്ച് അമൃത തട്ടിയെടുത്ത് സ്വന്തക്കാർക്കുമായി പങ്കിട്ടു കൊടുത്തു. അമൃതെടുക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച അസുരന്മാർക്ക് ഒരു തുള്ളി പോലും കൊടുക്കാൻ സന്മനസ്സു കാണിച്ചില്ല. ഒരു സാധു അസുരൻ കൊതി മൂലം അല്പം കഴിച്ചതിന്റെ പേരിൽ അവനെ കണ്ടുപിടിച്ച് തല വെട്ടി മാറ്റിയിരിക്കുന്നു. ഈ ദ്രോഹമെല്ലാം നിശ്ചയമാകും പക വീട്ടണം. തെറ്റിനുള്ള അർഹമായ ശിക്ഷ കൊടുക്കാതിരുന്നാൽ ഇനി വിഷ്ണുവും കൂട്ടരും അസുരന്മാരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ജലന്ധരൻ ഗസ്മരൻ എന്ന ദൂതന്മാരെ വിളിച്ച് അടുക്കലേക്ക് അയച്ച് വിവരം ധരിപ്പിച്ചു. അപ്രകാരം അത്യന്തം ഘോരമായ ദേവാസുര യുദ്ധം നടന്നു. യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന അസുരന്മാരെ മൃതസഞ്ജീവനി കൊണ്ട് ശുക്രൻ ജീവിപ്പിച്ചുകൊണ്ടിരുന്നു. ദേവഗുരു ദ്രോണാചാര്യയിൽ നിന്ന് കൊണ്ടുവന്ന ദിവ്യൌഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ച് ജീവിപ്പിച്ചു. ഇക്കാര്യം പറഞ്ഞ് ജലന്ധരൻ ദ്രോണാദ്രി അപഹരിച്ച് സമുദ്രത്തിൽ മുക്കി. അങ്ങനെ രക്ഷയില്ലാതായ ദേവന്മാർ ഇന്ദ്രൻ ഉൾപ്പെടെ ഭയന്ന് ഓടി ഒളിച്ചു. ജലന്ധരൻ ജയാഘോഷം മുഴക്കി അമരാവതി കൈയടക്കി ഭരണം നടത്തി. ശുംഭാദി ദൈത്യന്മാരെ ഭരണരംഗത്ത് നിയമിച്ചു. സകല ദേവന്മാരെയും സ്ഥാനഭ്രഷ്ടരാക്കി ഓടിച്ചുവിടാൻ അസുര സൈന്യത്തിന് കഴിഞ്ഞു. ഭയചകിതരായി തോറ്റോടിയ ഇന്ദ്രാദി ദേവന്മാർ നേരെ വൈകുണ്ഠത്തിലെത്തി. വിഷ്ണു ഭഗവാനെ വണങ്ങി സ്തുതിച്ച ശേഷം അവർ തങ്ങളുടെ സങ്കടം അറിയിച്ചു. ദേവസഹായിയായി വർത്തിക്കുന്ന ശ്രീഹരി ദേവന്മാരെ സാന്ത്വനിപ്പിച്ചിട്ട് ജലന്ധരനുമായി യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. സമുദ്രതനയനായ ലക്ഷ്മി ദേവി തന്റെ സഹോദരനായ ജലന്ധരനോട് യുദ്ധത്തിന് പോകരുതെന്നും അദ്ദേഹത്തെ കൊല്ലരുതെന്നും വിഷ്ണുവിനോട് അപേക്ഷിച്ചു. ശ്രീഹരി പറഞ്ഞു, ദേവി, ജലന്ധരൻ രുദ്രാംശ സംഭവനാണെന്ന് നാം അറിഞ്ഞിട്ടുണ്ട്. കൂടാതെ സമുദ്രം വളർത്തിയവൻ എന്ന നിലയിൽ നിന്റെ സഹോദരനുമാണ്. അതുകൊണ്ട് ആ അസുരനെ ഞാൻ വധിക്കുന്നതല്ല. എന്നാൽ അവന്റെ അഹംഭാവത്തിന് ഒരറുതി വരുത്താതെ നമുക്കിവിടെ തുടരാനാവില്ല. അനേക വർഷം നീണ്ടുനിന്ന അത്യന്തം ഭീകരമായ യുദ്ധമാണ് ജലന്ധരനും ശ്രീഹരിയും തമ്മിൽ നടന്നത്. ആർക്കും ജയിക്കാൻ കഴിയാതെ അങ്ങനെ ജലന്ധരന് വരം കൊടുത്ത് യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വിഷ്ണു ശ്രമിച്ചു. ബുദ്ധിമാനായ ജലന്ധരൻ വരത്തിന്റെ മറവിൽ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പരിവാരങ്ങളെയും അതിഥികളാക്കി തന്റെ ഭവനത്തിൽ വസിപ്പിച്ചു. ദേവന്മാർ നിരാശാഭരിതരായി പിൻവാങ്ങി. അവർ കൈയടക്കി വെച്ചിരുന്ന രത്നങ്ങളും മറ്റു അമൂല്യ വസ്തുക്കളും അസുര സൈന്യം കൈയടക്കി. അങ്ങനെ സകലതും നഷ്ടപ്പെട്ട ദേവന്മാർ കൈലാസത്തിലെത്തി. പരമാത്മാവായ ശ്രീ ശങ്കര ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ച് അവർ തങ്ങളുടെ കഥനകഥകൾ അനാവരണം ചെയ്തു. മഹാപ്രഭു, ദേവാദിദേവ, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ജലന്ധരന്റെ അക്രമം അസഹനീയമായി. ഞങ്ങളെ സഹായിക്കാനെത്തിയ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും അയാൾ വീട്ടുതടങ്കലിൽ കുടുക്കിയിരിക്കുകയാണ്. ശ്രീ പരമേശ്വര, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് ആരാണ് അവലംബമായിട്ടുള്ളത്? പരമകാരുണ്യവാനായ പ്രഭു, ഞങ്ങളെ ബാധിച്ചിരുന്ന മഹാവിപത്തിൽ നിന്നും അങ്ങ് രക്ഷിക്കണേ. ദേവന്മാരുടെ കഥന കൈലാസേശ്വരനെ അല്പം നേരം ചിന്താകുലനാക്കി. അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദുഃഖത്തിന് നാം പരിഹാരം നൽകാം. ഈ അവസരത്തിൽ നാരദൻ കാര്യങ്ങളുടെ ഗൗരവം ശരിക്കും മനസ്സിലാക്കി. അദ്ദേഹം ജലന്ധരന്റെ സഭയിലെത്തി. മുനി അയാളെ പ്രശംസിച്ചിട്ട് കൈലാസത്തിലെ ശ്രീരത്നത്തെയും മറ്റു രത്നങ്ങളെയും കുറിച്ച് സംസാരിച്ചു. കൈലാസത്തിലെ അമൂല്യ രത്നങ്ങൾ കൈവരിക്കാൻ കഴിയാത്തിടത്തോളം ജലന്ധരൻ അജയ്യനാണെന്ന് സമ്മതിക്കാൻ പ്രയാസമുണ്ടെന്ന് നാരദൻ അയാളെ ബോധിപ്പിച്ചു. ഇക്കാര്യത്താൽ ജലന്ധരൻ കൈലാസപതിയുടെ പക്കലുള്ള രത്നങ്ങൾ കൈവരിക്കാനുള്ള അടങ്ങാത്ത മോഹത്തോടെ യുദ്ധത്തിനായി പുറപ്പെട്ടു. ജഗത്മാതാവായ പാർവതി ദേവി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ദേവി വിഷണനായി വിഷ്ണുവിനെ സ്മരിച്ചു. ഉടൻ വിഷ്ണു ഭഗവാൻ ദേവിയുടെ തിരുസന്നിധിയിലെത്തി. ദേവി വിഷ്ണുദേവനോട് പറഞ്ഞു, ഹേ വിഷ്ണുദേവ, ജലന്ധരന്റെ ദുഷ്കർമ്മങ്ങൾ ദിനംതോറും വർദ്ധിക്കുകയാണ്. അയാളെ വധിക്കുവാൻ ആർക്കും സാധ്യമല്ലാന്നിരിക്കുന്നു. അയാളുടെ വിജയങ്ങൾക്ക് പിന്നിൽ വൃദ്ധയുടെ പാതിവൃത്യം തന്നെയാണ്. അത് നശിപ്പിക്കാതെ അയാളെ പരാജയപ്പെടുത്തുക അസാധ്യമാണ്. ആയതിനാൽ വൃദ്ധയെ മോഹിപ്പിച്ച് വശപ്പെടുത്തി എങ്ങനെയും അവളുടെ ചാരിത്രം നശിപ്പിക്കണം. ജഗദംബികയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീഹരി വൃദ്ധയെ മോഹിപ്പിച്ച് അവളുടെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തി. അങ്ങനെ അനേകം വർഷം നീണ്ടുനിന്ന ദേവാസുര യുദ്ധം അവസാനിക്കാൻ ഒരുങ്ങി. യുദ്ധത്തിൽ ശ്രീ ശങ്കരൻ ജലന്ധരനെ വധിച്ചു. ദേവന്മാർ സന്തോഷം സമേതനായി തീർന്നു. ദേവിയുടെ അനുഗ്രഹവും വിഷ്ണു ഭഗവാന്റെ മായാപ്രയോഗവും കൈലാസനാഥന്റെ ശക്തിയും ഒത്തുചേർന്നപ്പോൾ ജലന്ധര വധം സാധ്യമായി. തന്റെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തിയത് വിഷ്ണുവാണെന്നറിഞ്ഞ വൃന്ദ ഭഗവാനെ ശപിച്ചു. അവൾ അത്യന്തം കുപിതയായി അഗ്നിപ്രവേശനം ചെയ്തു. ശാപം മൂലം ശ്രീഹരിക്ക് ഭ്രാന്ത് പിടിച്ചു. അതിൽ നിന്നും ശ്രീഹരിയെ മോചിപ്പിക്കാൻ ദേവന്മാർക്ക് ശ്രീശങ്കരനെ സ്തുതിക്കേണ്ടി വന്നു. ശ്രീ രുദ്രന്റെ നിർദ്ദേശപ്രകാരം അവർ ദേവിയെ സ്തുതിച്ച് പാടി. ദേവി അവർക്ക് പ്രത്യക്ഷനായി ചോദിച്ചു, ഹേ ദേവന്മാരെ,
നിങ്ങളുടെ സ്തുതിയിൽ ഞാൻ പ്രസന്നനായിത്തീർന്നു. എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ സ്തുതിച്ചു പാടിയത്? ജിജ്ഞാസാഭരിതരും ദുഃഖിതരുമായ ദേവന്മാർ പറഞ്ഞു, അമ്മേ ജഗദംബികെ, അവിടുത്തെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അണ്ടകടാഹങ്ങൾ നിലകൊള്ളുന്നത്. ദേവി ജലന്ധരന്റെ പത്നി വൃദ്ധ വിഷ്ണു ഭഗവാനെ ശപിച്ചുകൊണ്ട് അഗ്നിപ്രവേശനം ചെയ്തു. ശ്രീഹരിക്ക് അതോടെ ഭ്രാന്ത് പിടിച്ചു. ദേവി, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിയൂ. ദേവന്മാരുടെ സങ്കടം കണ്ട ദേവിയുടെ മാനസക്ഷേത്രം ഉണർന്നു. ഹൃദയം ആർദ്രമായി ദേവി പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ യാതൊരു വിധത്തിലും വിഷാദിക്കപ്പെടേണ്ടതില്ല. വിഷ്ണുവിന്റെ ഈ പ്രശ്നത്തിന് നാം പരിഹാരം കാണുന്നതാണ്. ഇത്രയും പറഞ്ഞ ദേവി അവർക്ക് കുറെ വിത്തുകൾ കൊടുത്തു. പിന്നെ വസ്തു പ്രസ്താവിച്ചു, നിങ്ങൾ ഈ വിത്തുകൾ വൃന്ദയുടെ ചിതാഭൂമിയിൽ വിതയ്ക്കണം. കിളിർത്തു വരുന്നതോടെ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ദേവി അന്തർദാനം ചെയ്തു. ദേവന്മാർ വിത്തുകൾ ചിതാഭൂമിയിൽ വിതറി. അവയിൽ നിന്നും 3 ഔഷധികൾ ഉണ്ടായി. നെല്ലി, മുല്ല, തുളസി എന്നിവയായിരുന്നു അവ. തുളസിയും നെല്ലിയും കൊണ്ട് പൂജ നടത്തി വിഷ്ണു ഭഗവാനെ ഭ്രാന്തിൽ നിന്നും രക്ഷിച്ചു. ഇതാണ് ജലന്ധരന്റെ കഥ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മൾ ശംഖചൂടന്റെ കഥയാണ് 15ാം ഭാഗത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 15ാം ഭാഗത്തിൽ ശംഖചൂടന്റെ കഥ